തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ തറ തുടയ്ക്കുന്ന തുണിയില്ലേ, അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി. ഒരുപക്ഷെ ഇത് നമ്മുടെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികളാണ് ഇവര് കളക്ട് ചെയ്ത. അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞോണ്ട് കൊണ്ട് കളയാൻ, അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവര് പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടെന്നുള്ളത്. യൂസ് ചെയ്ത തുണിക്കകത്ത് നമുക്കെല്ലാവർക്കും അറിയാം, വയനാട്ടിലെ മുണ്ടക്കയിലെ ആ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാനും ദിവസങ്ങളായി അല്ലെ. അത്ര പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു ദുരന്തം മറക്കാൻ സാധിക്കത്തില്ല. കാരണം ഇപ്പോഴും അവിടെ നിന്നും പലപ്പോഴായിട്ട് മൃതദേഹങ്ങൾ എടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ ഒരു ദുരന്തം ദിവസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ടോ എന്ന് നമുക്ക് മറക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. കാരണം അത്രയും അധികം നാശനഷ്ടങ്ങൾ അവിടെ വരുത്തി വെച്ചിട്ടുണ്ട്. എത്രയോ അധികം ആളുകൾക്ക് കുടുംബസമേതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഏതായാലും ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് വേണ്ടി വന്നിരുന്ന സഹായങ്ങൾ നമ്മൾ മലയാളികൾ എല്ലാവരും ചേർന്നിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സാധനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പണമായിട്ടാണെങ്കിലും രക്ഷാപ്രവർത്തനം എന്ന രീതിയിലാണെങ്കിലും പല വിധത്തിലുള്ള സഹായങ്ങൾ ആ ഒരു ദുരന്ത പ്രദേശത്തേക്ക് മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ സഹായങ്ങൾ ഒരു കൂട്ടം ആളുകൾ ചെയ്യുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ സഹായം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അവര് എന്തിനിങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഏതായാലും കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് വ്യക്തികൾ കുറച്ച് ഡ്രസ്സൊക്കെ സ്വരൂപിച്ച് അവർ വയനാട്ടിലേക്ക് വരികയാണ്. ദുരന്ത പ്രദേശത്തേക്ക് ഡ്രസ്സ് നൽകാൻ എന്ന രീതിയിൽ അങ്ങോട്ടേക്ക് വരികയാണ്. സ്വാഭാവികമായിട്ടും ദുരന്തം നടക്കുന്ന ഒരു സ്ഥലത്ത് വീടുകളും മറ്റുമെല്ലാം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് വളരെ വലിയ രീതിയിലുള്ള ഡ്രസ്സുകൾ ആവശ്യമുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്നും ഇവർ കുറച്ച് ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തിട്ട് വയനാട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വയനാട്ടിലെത്തിയ സമയത്ത് ഇവരോട് അവർ പറഞ്ഞു, ഈ ഒരു ഡ്രസ്സ് ഇവിടെ വേണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അവർ കൊണ്ടുവന്ന ആ ഒരു ഡ്രസ്സ് അവിടെ സ്വീകരിച്ചില്ല, അത് മടക്കി അയച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അവർ തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് വരുന്ന സമയത്ത് കുറെ അധികം ദൂരം സഞ്ചരിക്കാനുണ്ട്. പിന്നീട് അങ്ങോട്ട് ആ ഒരു ഡ്രസ്സുമായിട്ട് റിട്ടേൺ പോവുക എന്ന് പറയുമ്പോൾ അതും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ഏതായാലും ഇവർ സ്വീകരിച്ചില്ലല്ലോ. അപ്പോൾ ദീപ്തി സീതത്തോട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഇവർ വിളിക്കുകയാണ്. ഈ ദീപ്തി എന്ന് പറയുന്ന വ്യക്തി ആദിവാസികൾക്കൊക്കെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് അവർക്ക് ഡ്രസ്സായിട്ടാണെങ്കിലും മറ്റു പല കാര്യങ്ങളായിട്ടാണെങ്കിലും ആദിവാസികൾക്കും അതുപോലെ തന്നെ ഇങ്ങനെ ദുരന്തം സംഭവിച്ചവർക്കൊക്കെ സഹായം നൽകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ ദീപ്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, വയനാട്ടിൽ ഇപ്പോൾ ആവശ്യത്തിലധികം ഡ്രസ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ അവർ ഞങ്ങളുടെ ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ദീപ്തിക്ക് ഇവർ കോൾ ചെയ്യാണ്. ദീപ്തി ചോദിച്ചു ആദ്യം തന്നെ നല്ല ഡ്രസ്സാണോ, എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അവർ പറഞ്ഞു പുതിയ ഡ്രസ്സ് തന്നെയാണ്, നിങ്ങൾ കൊടുക്കുന്ന ആദിവാസികൾക്ക് ഇത് കൊടുത്തോളൂ, ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി. അപ്പൊ ഏതായാലും ദീപ്തി അതിന് സമ്മതിച്ചു എന്നുള്ളതാണ്. ഈ ദീപ്തിയുടെ ഒരു ചാനലുണ്ട്, അവരുടെ പേര് ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ഒരു പേരുള്ള ചാനലാണ്. അത് നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ ഏറെക്കുറെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത്. അവരുടെ സഹായങ്ങളും കാര്യങ്ങളും ആദിവാസികളെ വളരെ വലിയ രീതിയിൽ സഹായിക്കുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ആ ഡ്രസ്സുമായിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. കാരണം തിരിച്ച് വയനാട്ടിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് തന്നെ ഈ ഒരു ഡ്രസ്സും ചുമന്ന് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആദിവാസികൾക്ക് സഹായം എന്ന രീതിയിലാവുമല്ലോ. അങ്ങനെ ഈ ദീപ്തി എന്ത് ചെയ്തു, ഇത് ആദിവാസികളോടും പറഞ്ഞു, കുറച്ച് ആളുകളോടും പറഞ്ഞു, ഇങ്ങനെ കുറച്ച് ഡ്രസ്സ് വരുന്നുണ്ട്, നമുക്ക് അത് ഇങ്ങനെ പാക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തി കുറച്ച് ആളുകളോടും പറഞ്ഞു. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് വന്ന സമയത്താണ് ചുരുക്കത്തിൽ പറഞ്ഞ ദീപ്തി നെട്ടിപ്പോകുന്നത്. ഏതായാലും നമുക്ക് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. വലിയൊരു കാര്യമാണ്. ഒരാഴ്ച മുന്നേ ഇതുപോലെ ഒരു കോൾ വരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന കുറച്ച് പേര് വയനാട്ടിൽ പോകും. അപ്പൊ അവര് വയനാട്ടിൽ ചെന്ന് കുറെ തുണികളും സാധനമായിട്ട് വന്നിരുന്നത്. അപ്പൊ അവര് കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെയുണ്ട്, ഇനി തുണിയുടെ ആവശ്യമില്ല, ടീച്ചറിനെ തിരിച്ചു കൊണ്ട് തരട്ടെ, കാർഡിലുള്ളവർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കാരണം അവര് തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പോയവരാ, അപ്പൊ തിരിച്ച് നീ ഇത് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ ചോദിച്ചത് നല്ല തുണികളാണെന്ന് ചോദിച്ചു. പുതിയ തുണികളാണ്, ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രൈ ചെയ്തത് നല്ല ഡ്രസ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാട്ടി കൊടുത്താൽ ഇതുവരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല, ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴിയേണ്ടത് കഴുകിയോ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ടൈറ്റിലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ, മോശമായിട്ട് കൊടുക്കാറില്ല. അപ്പോ നല്ല തുണികളാണെന്നെല്ലാം പറഞ്ഞു. അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാതിരാത്രിയാവും, മുന്നാ കുഴപ്പമുണ്ടെന്നില്ല, കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വെളുപ്പിന് 4 മണി 5 മണി ആ സമയത്ത് എത്തി. വീടിന്റെ അവിടെ വരാനുള്ള ബുദ്ധിമുട്ട് കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോൾ ബോക്സ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞ അവരുടെ പുറത്ത് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. അപ്പൊ ഞാൻ 1-2 പേരോടൊക്കെ പറഞ്ഞു, നമുക്ക് തുണിയെല്ലാം അടുക്കി പെറുക്കി വെച്ച് കാട്ടിക്കൊണ്ട് കൊടുക്കണം. കാട്ടിലുള്ളവരോട് പറയേണ്ടി വന്നു, നമ്മൾ തുണിയും കൊണ്ട് വരും, എല്ലാം കുറെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാൽ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തറ തുടയ്ക്കുന്ന തുണിയില്ലേ, അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി. ഒരുപക്ഷെ ഇത് നമ്മുടെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികളാണ് ഇവർ കളക്ട് ചെയ്ത. അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞോണ്ട് കൊണ്ട് കളയാൻ, അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടെന്നുള്ളത്. യൂസ് ചെയ്ത തുണിക്കകത്ത് ഉൾപ്പെടുത്താൻ കൊള്ളില്ല, അത്രയ്ക്കും വൃത്തികെട്ട തുണിയാണ്. ഞാൻ ഇതെന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ലേ, ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തില്ല. നിങ്ങൾ ഓർക്കുക, ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവര്.
പെട്ടെന്ന് ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവർ ആർക്ക് വേണമെങ്കിലും അങ്ങനെ വരാം. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത്, കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പോലത്തെ കൊടുക്കണം. എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇതുപോലെ പിഞ്ചി കീറി അല്ലെങ്കിൽ നാറ്റുള്ള ഇട്ടിട്ട് കഴുകാത്ത തുണികൾ വരെയുണ്ട്. അതൊക്കെ കിട്ടുമ്പോഴത്തെ അവസ്ഥയെ നോക്കുകയും അപ്പൊ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നത്. ചില ബോക്സിലേക്ക് തുണികൾ എന്ന് പറഞ്ഞാൽ വെയർത്ത് ഊരിയിട്ട തുണികൾ ചെള്ളി പിടിക്കാൻ ഞങ്ങൾ ഇങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ച് ബോക്സിലാക്കി കൊടുത്തത്. എന്തിങ്ങനെ കൊടുത്തു വിട്ടാണെന്ന് അറിയത്തില്ല. ഒന്നെനിക്ക് കൊടുത്തവരോട് എനിക്ക് ഏറ്റവും ദേഷ്യം ഇങ്ങനത്തെ തുണി കൊടുത്തവർ. രണ്ട് അറിഞ്ഞ് കള്ളത്തരം വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞ് തിരിച്ചുകൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കണ്ടുവെച്ചപ്പോൾ അവിടെ കൊടുക്കും. ഡീറ്റെയിൽസ് എന്തെങ്കിലും നമ്പർ എന്തെങ്കിലും. അപ്പൊ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ചെയ്ത് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇവരിവിടെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവർ കൊണ്ടുവന്ന ഡ്രസ്സ് ഒരു വസ്തുവിനും കൊള്ളാത്ത ഡ്രസ്സാണ് എന്നുള്ളതാണ്. നമ്മൾ നിലം തുടക്കുന്ന തറ തുടക്കുന്ന തുണിക്ക് പോലും ഇതിലേറെ ക്വാളിറ്റി ഉണ്ടാകും എന്നാണ് ഇവർ പറയുന്നത്. പിഞ്ചി കീറി അഴുക്കായിട്ടുള്ള ഒരു വട്ടം എന്താ പറയുക യൂസ് ചെയ്ത് ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ടുള്ള വിയർപ്പ് മണക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് അവർ പാക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ കൊണ്ടുവന്ന സമയത്ത് അതിന്റെ പെട്ടികളും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ കാരണം ഇങ്ങനെയാണ്, അതിന്റെ മുകളിലൊക്കെ കയറി ഇരിക്കേണ്ടി വന്നു, അതുകൊണ്ട് പൊട്ടിയതാണെന്ന്. ഒരു പക്ഷേ ഞാനിവിടെ ആലോചിക്കുന്നത് ഇത് കൊണ്ടുവന്ന ഇത് കളക്ട് ചെയ്ത ആളുകൾക്ക് ഒരു പക്ഷേ ഇത് അറിയുന്നുണ്ടാകത്തില്ല ഇതിന്റെ ഉള്ളിൽ എങ്ങനെയുള്ള ഡ്രസ്സുകളാണെന്ന്. കാരണം കുറേയധികം വീടുകളിൽ നിന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് അവർ തരുന്ന ഡ്രസ്സൊക്കെ മേടിച്ചു വരുന്നതായിരിക്കാം. അപ്പോൾ ഒരു പക്ഷേ ഇവർക്ക് ഇത് അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്നവരോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സഹായം ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സഹായം, നിങ്ങളുടെ ഒരു സഹായം ഇവിടെ ആവശ്യമില്ല. ഇങ്ങനെ പിഞ്ചി കീറിയ വസ്ത്രം, ഇട്ട് പഴകിയ വസ്ത്രം, ഇനിയിപ്പോൾ പഴകിക്കോട്ടെ, അത് ഒരു പക്ഷേ കഴുകി വൃത്തിയാക്കിയാൽ നന്നാവും എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇങ്ങനെ എന്താ ഒരു വട്ടം യൂസ് ചെയ്ത വസ്ത്രങ്ങളൊക്കെ ചിലവർ കൊടുക്കാറുണ്ട്. പക്ഷെ ഇത്ര അഴുക്കും ചളിയും അതുപോലെ തന്നെ ഒന്ന് വാഷ് പോലും ചെയ്യാതെ വിയർപ്പ് മണക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ തോന്നുന്നു? ഒരു ദുരന്തം സംഭവിച്ചെന്ന് കരുതിയിട്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു, ശരിയാണ്. അത് കരുതിയിട്ട് അവർ ഏത് മുഷിഞ്ഞ വസ്ത്രം ധരിക്കാനും തയ്യാറാണെന്നാണോ നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അതാണ് ചോദിക്കുന്നത്. കാരണം എല്ലാം നഷ്ടപ്പെട്ട് അവരുടെ സ്വത്ത് പോയി, വീട് പോയി, കുടുംബക്കാർ പോയി, കൂട്ടക്കാർ പോയി, സ്വന്തക്കാർ പോയി, എല്ലാവരും പോയി. അങ്ങനെയുള്ള ആളുകൾക്കാണ് നിങ്ങൾ സഹായം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ധരിക്കാനുള്ള വസ്ത്രമാണ് നിങ്ങൾ കൊടുത്തയക്കുന്നത്. അങ്ങനെ നിങ്ങൾ കൊടുത്തയക്കുന്ന ആ ഒരു മുഷിഞ്ഞ വസ്ത്രം ഇട്ടിട്ടാണോ ദുരന്ത മുഖത്ത് അവർ ഇരിക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അതിനിടയിൽ ഇങ്ങനെ മുഷിഞ്ഞു നാറുന്ന വസ്ത്രം കൂടി ഇടുകയാണെങ്കിൽ അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ ഇതേ പറയുന്നുള്ളൂ. നിങ്ങളൊന്നും സഹായം ചെയ്യണ്ട. നിങ്ങൾ ഇങ്ങനെ പിഞ്ചി കീറിയ വസ്ത്രങ്ങളൊന്നും കൊടുത്ത് ഒരു സഹായവും ചെയ്യണ്ട. സഹായം ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾ സഹായം ചെയ്യുകയാണെങ്കിൽ നല്ല വസ്ത്രം കൊടുത്തോളൂ. ഇവിടെ അല്ലാതെ തന്നെ എത്രയോ അധികം നല്ല ഫ്രഷ് വസ്ത്രം, കടയിൽ നിന്ന് ആരും മേടിക്കാത്ത പുതിയ പാക്കായിട്ട് വരുന്ന വസ്ത്രം തന്നെ എത്രയോ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് തന്നെ അവിടെ ധാരാളമാണ്. ഇങ്ങനെ പിഞ്ചി കീറി എന്താ പറയുക വിയർപ്പ് നാറുന്ന വസ്ത്രമൊന്നും അങ്ങോട്ടേക്ക് വേണ്ട. അത്രത്തോളം അങ്ങോട്ട് മലയാളികളൊന്നും ഇവിടെ തരം താഴ്ന്നിട്ടില്ല. കാരണം വസ്ത്രത്തിന് ഇത്ര അധികം ക്ഷാമമൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. എത്രയോ നല്ല ആളുകൾ നല്ല മനസ്സോട് കൂടിയിട്ട് പുതിയ വസ്ത്രങ്ങൾ അവരുടെ കടയിൽ നിന്ന് തന്നെ എടുത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ധാരാളമാണ്. ഒരു വട്ടം ഉപയോഗിച്ച് വിയർപ്പ് നാറുന്ന കഴുകാത്ത ചളി പുരണ്ട വസ്ത്രമൊന്നും അങ്ങോട്ടേക്ക് കൊടുത്തയക്കേണ്ട ഒരു ആവശ്യവുമില്ല. എനിക്കിവിടെ പേഴ്സണലായിട്ട് പറയാനുള്ള കാര്യം ഇത് മാത്രമാണ്. അങ്ങനെയുള്ള സഹായം നിങ്ങളൊന്നും ചെയ്യണ്ടേ. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് എന്താണ് കാര്യം? അങ്ങനെ ഒരു ദുരന്ത മുഖത്ത് എല്ലാം നഷ്ടപ്പെട്ടവര് ചീഞ്ഞ് നാറുന്ന വസ്ത്രം ഇട്ടാണോ ഇരിക്കേണ്ടത്? വല്ലാത്തൊരു കഷ്ടമുണ്ടായതായിരുന്നു. ഞാൻ ഇതാണ് ആലോചിക്കുന്നത്. ഇങ്ങനെയും ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഒരു പക്ഷേ ഇത് കളക്ട് ചെയ്ത ആളുകൾക്ക് അറിയുന്നുണ്ടാകില്ല. കാരണം ഓരോ വ്യക്തികൾ കൊടുക്കുന്ന ഡ്രസ്സാണ്. അവര് ചിലപ്പോൾ അവരുടെ വീട്ടിൽ നിറഞ്ഞു കുമിഞ്ഞു കൂടിയിട്ടുള്ള വേസ്റ്റ് വസ്ത്രങ്ങൾ അവിടെ നിന്നും എങ്ങനെയെങ്കിലും ഒഴിവാക്കാമല്ലോ എന്ന് കരുതി ചെയ്യുന്നതായിരിക്കാം. വല്ല കാര്യമുണ്ടോ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഇത് കളക്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് അറിയുന്നുണ്ടാകില്ല. അവരിത് നേരെ പാക്ക് ചെയ്തിട്ട്, പക്ഷെ അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. പാക്ക് ചെയ്യുന്ന സമയത്ത് അവർ ജസ്റ്റ് നോക്കണമായിരുന്നു ഏത് രീതിയിലുള്ള വസ്ത്രങ്ങളാണ് എല്ലാവരും തന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ദുരന്ത മുഖത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ്. അത് ഒരുപക്ഷെ ദുരന്ത മുഖത്ത് അവരിത് പൊട്ടിച്ചു നോക്കിയത് കൊണ്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ കണ്ടത് കൊണ്ടാണോ എന്നറിയില്ല. അവിടെ അത് സ്വീകരിച്ചിട്ടില്ല. ആ ഡ്രസ്സ് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് റിട്ടേൺ അയക്കുകയാണ്. പിന്നീടാണ് ഈ ദീപ്തി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഇവർ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നല്ല ഒരു കൂട്ടം ആളുകൾ നല്ല രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ സ്വന്തം വീട്ടിലെ വേസ്റ്റ് തുണികൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ഒരു ദുരന്ത പ്രദേശം മുതലെടുക്കുന്ന കുറെ ചെറ്റകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്നും സഹായിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി അഥവാ സഹായിക്കുകയാണെങ്കിൽ കുറച്ച് ക്വാളിറ്റിയുള്ള വസ്ത്രമെങ്കിലും കൊടുക്കടേ. അല്ലെങ്കിൽ നിങ്ങളൊന്നും സഹായിക്കേണ്ട ഒരു ആവശ്യമില്ല. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, കാരണം എനിക്കിതിൽ വീണ്ടും പറയണമെന്ന് കരുതി. ഒരു പക്ഷെ അത് കളക്ട് ചെയ്ത ആളുകൾക്ക് ഇതൊന്നും അറിയുന്നുണ്ടാകില്ല. അവർ നല്ല മനസ്സോട് കൂടിയിട്ടായിരിക്കാം വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ അവർ ചെക്ക് ചെയ്യണമായിരുന്നു. ഒരു പക്ഷെ പക്ഷെ അവർ നല്ല മനസ്സോട് കൂടിയിട്ട് അവർ വയനാട്ടിലേക്ക് എത്തിയ സമയത്തായിരിക്കാം ഈ ഒരു ചതി പറ്റി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ.